നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ബ്രിട്ടനിൽ മറ്റൊരു ഉഷ്ണതരംഗം കൂടി ആഞ്ഞടിക്കാൻ ഒരുങ്ങുമ്പോൾ വൈക്കോൽ പനി പടർന്നു പിടിക്കുന്നതായി വിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഈ രോഗത്തിന്റെ ബാക്ടീരിയ അന്തരീക്ഷത്തിൽ കൂടുതലായി വ്യാപിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ബ്രിട്ടനിലെ ഏറ്റവും സമ്പന്നമായ ഹിന്ദുജ കുടുംബത്തിലെ 4 അംഗങ്ങൾക്ക് അവരുടെ ജനീവയിലെ വില്ലയിൽ വേലക്കാരെ ചൂഷണം ചെയ്തു എന്ന കുറ്റത്തിന് സ്വിസ് കോടതി ശിക്ഷ വിധിച്ചു. ഇന്ത്യൻ വംശജരായ പ്രകാശ് ഹിന്ദുജ, ഭാര്യ കമൽ ഹിന്ദുജ, മകൻ അജയ്, മകന്റെ ഭാര്യ നമ്രത എന്നിവരാണ് ചൂഷണം, അനധികൃതമായി ആളെ ജോലിക്ക് നിയമിക്കൽ എന്നീ കുറ്റങ്ങൾ ചെയ്തതായി സ്വിസ് കോടതി കണ്ടെത്തിയത്. റഷ്യയും ഉത്തര കൊറിയയും തമ്മിൽ പ്രതിരോധ സഹകരണ കരാർ ഒപ്പിട്ടതിന് പിന്നാലെ റഷ്യൻ അംബാസഡറെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ച ദക്ഷിണ കൊറിയ. കരാർ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ദക്ഷിണ കൊറിയൻ വിദേശകാര്യ സഹമന്ത്രി കിം ഹോങ് ക്യൂൻ റഷ്യൻ അംബാസഡർ ജോർജ് സിനോവിയോട് ആവശ്യപ്പെട്ടു. ഉത്തര കൊറിയയ്ക്ക് ആയുധങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിയറ്റ്നാമിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ഉത്തര കൊറിയയ്ക്ക് ആയുധങ്ങൾ നൽകിയേക്കുമെന്ന കാര്യം പുടിൻ വ്യക്തമാക്കിയത്. US പ്രസിഡന്റായി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയാൽ വിദേശ വിദ്യാർത്ഥികൾക്ക് ഗ്രീൻ കാർഡ് നൽകുമെന്ന പ്രഖ്യാപനവുമായി റിപ്പബ്ലിക് പാർട്ടി സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ്. US കോളേജുകളിൽ നിന്നും ബിരുദം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്കാവും ഗ്രീൻ കാർഡ് നൽകുക. നീറ്റ് നെറ്റ് പരീക്ഷാ വിവാദങ്ങൾക്കിടെ CSIR നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നതായി റിപ്പോർട്ട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ശിക്ഷ കഠിനമാക്കി പുതിയ നിയമവ്യവസ്ഥ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. കർഷക വായ്പകൾ എഴുതി തള്ളുമെന്ന് തെലങ്കാന സർക്കാർ. 2 ലക്ഷം വരെയുള്ള കർഷക വായ്പകൾ പൂർണ്ണമായും എഴുതി തള്ളുന്നുവെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രഖ്യാപിച്ചു. പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ലോക്സഭ പെട്രോം സ്പീക്കറെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ടും മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ താൻ ഉണ്ടാകില്ലെന്ന് K മുരളീധരൻ. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് വയനാട്ടിൽ മാത്രം പ്രചരണത്തിന് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. അവസാന ഓവർ വരെ ഹാരി ബ്രൂക്ക് നടത്തിയ ചെറുത്തുനിൽപ്പിനും ഇംഗ്ലണ്ടിനെ രക്ഷിക്കാനായില്ല. 7 റൺസ് ജയത്തോടെ ദക്ഷിണാഫ്രിക്ക 2020 ലോകകപ്പ് സെമി സാധ്യത സജീവമാക്കി. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകും. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.